നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2024 ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ശുക്രൻ്റെ ഉച്ചസ്ഥാനമായ മീനം രാശിയിലാണ് ഉത്രട്ടാതി നക്ഷത്രം കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കലാമേഖലയിൽ തിളങ്ങുന്നവരായിരിക്കും ഈ നാളുകാർ. നല്ല സന്താന ഗുണമുള്ള ഉത്രട്ടാതിക്കാർ സ്വപ്രയത്നം കൊണ്ട് ഉയർച്ചയിലെത്തുന്നവരും നല്ല കുടുംബസ്നേഹികളുമാണ്. തുടങ്ങിവെച്ച കാര്യം ഏത് വിധേനയും പൂർത്തിയാക്കുന്ന ഇവർ ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുന്നവരും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരുമാണ്. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഇവർ ആർക്കും ഉപദ്രവമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ഏത് ദുർഘട സാഹചര്യത്തിലും സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഈ നാളുകാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. സാഹിത്യരചനയിലും ലളിതകലകളിലും ഇവർക്ക് കഴിവുണ്ടായിരിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ലഭിക്കുവാൻ സാധ്യതയുള്ള ഉത്രട്ടാതി നാളുകാർ വിവാഹശേഷം പലപ്പോഴും സ്വദേശത്ത് നിന്ന് അകന്നു കഴിയുന്നവരാണ്. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ സൗന്ദര്യവതികളും കുലീനകളും നല്ല കുടുംബിനികളും വിനയവും നല്ല ഈശ്വരവിശ്വാസമുള്ളവരും ഉദാരമനസ്കരുമാണ്. 2024 ഇവരുടെ പുതുഫലങ്ങൾ നോക്കാം. ശനി കുംഭരാശിയിൽ നിൽക്കുന്നത് ഉത്രട്ടാതി നാളുകാർക്ക് പലതരത്തിലുമുള്ള ഗുണങ്ങൾ നൽകുന്നതാണ്. കച്ചവടക്കാർക്കും തൊഴിലന്വേഷകർക്കും നിരവധി നേട്ടങ്ങളുണ്ടാകും. ജോലിയിൽ അഭിവൃദ്ധിയും സാമ്പത്തികമായ നേട്ടങ്ങളും കൈവരിക്കുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഈ വർഷം സാധിക്കും. പ്രണയസാഫല്യം ഉണ്ടാകുന്നതാണ്. 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ധനപരമായി നേട്ടങ്ങളുണ്ടാക്കും. എന്നാൽ 7.5 ശനിയുടെ സമയമായതിനാൽ തന്നെ പലവിധത്തിലുമുള്ള ദോഷങ്ങളും തടസ്സങ്ങളും അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ശനിദോഷ നിവാരണം ആവശ്യമാണ്. ജോലിസ്ഥലത്ത് പലവിധത്തിലുമുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടതായ സാഹചര്യമുണ്ടാകും. മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകേണ്ടി വരും. വീട് വിട്ട് താമസിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. കുടുംബസൗഖ്യമുണ്ടാകുന്നതാണ്. വിദേശത്തുള്ളവർക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും. അവർ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതുമായ ജോലികൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. ലോൺ അടവുകൾ പലപ്പോഴും മുടങ്ങുന്നതായ സാഹചര്യം വന്നു ചേരാം. സാമ്പത്തിക പ്രതിസന്ധി കാരണം പല കാര്യങ്ങളും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടാകും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളുണ്ടാകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ദീർഘകാലമായുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ 2024 ഉത്രട്ടാതി നാളുകാർക്ക് സാധിക്കും. മാനസികമായ അസ്വസ്ഥതകൾ പലപ്പോഴും ഏറി വരുന്നതായി അനുഭവപ്പെടും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും വിനോദ തീർത്ഥയാത്രകൾ നടത്തുകയും ചെയ്യുന്നതാണ്. വസ്തു സംബന്ധമായ ഇടപാടുകളിൽ ഒപ്പുവെക്കുകയും വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതുമാണ്. ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടത് ആവശ്യമാണ്. സാമ്പത്തികമായി സഹായം ചെയ്യാമെന്ന് ഏറ്റവർ പിന്മാറിയേക്കാവുന്ന സാഹചര്യമുണ്ടാകും. ഇത് പലപ്പോഴും പ്രതിസന്ധികൾക്ക് ഇടയാക്കും. വാദസംബന്ധിയായ രോഗങ്ങൾ വർദ്ധിച്ചു വരും. കുടുംബാംഗങ്ങൾക്ക് രോഗദുരിതങ്ങളുണ്ടാകും.
ശത്രുശല്യം വർദ്ധിക്കുന്നതാണ്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് പലപ്പോഴും താമസം നേരിടേണ്ടി വരും. അശുഭചിന്തകൾ മനസ്സിൽ വർദ്ധിച്ചു വരും. പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുകയും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. വാഹനത്തിൽ നിന്നും മറ്റോ വീഴ്ച ഉണ്ടായേക്കാമെന്നതിനാൽ ശ്രദ്ധ ആവശ്യമായി വേണ്ടി വരുന്നതാണ്. ബന്ധുജനങ്ങളുടെ വിരോധത്തിനിടയായേക്കാം. രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കും സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും ഈ വർഷം ലഭിക്കുന്നതാണ്. വർഷാവസാനത്തോടെ ബിസിനസ് വ്യാപാര രംഗത്ത് അർഹിക്കുന്ന ഉയരത്തിലെത്തിച്ചേരുന്നതാണ്. ജോലിസ്ഥലത്ത് പലവിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നേരിടേണ്ടതായി വരും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ മനസ്സന്തോഷമുണ്ടാകും. ഉത്രട്ടാതി നാളുകാർ സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ വേണ്ടവിധം അനുഷ്ഠിക്കേണ്ടതാണ്. നക്ഷത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും അനുഷ്ഠിക്കുക വഴി ദോഷങ്ങളകന്ന് മനഃശാന്തി ലഭിക്കുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രവും രാശ്യാധിപനായ വ്യാഴവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായി പറയുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതം നോക്കുന്നതിലൂടെയും അന്നദാനം നടത്തുന്നതിലൂടെയും ദോഷങ്ങൾ അകലുകയും ഐശ്വര്യവർദ്ധനവ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. കൂടാതെ ഇവർക്ക് പ്രതികൂലമായി പറയുന്ന നാളുകാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളും പ്രധാന സാമ്പത്തിക ഇടപാടുകളും ഒഴിവാക്കുകയും ഇവർക്ക് പ്രതികൂലമായി പറയുന്ന നക്ഷത്ര ദിവസങ്ങളിൽ പുതിയ ബിസിനസ് സംരംഭങ്ങളും മറ്റും തുടങ്ങാതിരിക്കുകയും ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രട്ടാതി നാളുകാരുടെ വൃക്ഷം കരിമ്പനയും മൃഗം പശുവും പക്ഷി മയിലുമാണ്. മനുഷ്യഗണത്തിൽപ്പെടുന്ന ഈ നാള് ശുഭകാര്യങ്ങൾക്ക് മികച്ചതാണ്. നക്ഷത്രാധിപൻ ശനിയായ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രാശാധിപൻ വ്യാഴമാണ്.